എന്റെ സാറേ അവിടെ 3 ദിവസത്തെ പണിയുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരുടെയും കൂടി 2 ദിവസം കൊണ്ട് അങ്ങ് തീർത്ത്. പക്ഷെ അയാൾക്ക് കൂലി തരാൻ വലിയ പ്രയാസമാണ്. എല്ലാരും ഒരുപോലെ ഇരിക്കും. പണിയൊന്നും തീർന്നില്ലേ? നീയൊക്കെ നിന്ന് താഴെ തൊട്ടിയാണോ? അച്ഛൻ സുഖമല്ല, എന്തിനായി വേലത്തിറങ്ങി നടക്കുന്നത്? ഞാന് ഈ തോക്കിന്റെ ഒക്കെ ലൈസൻസ് കൊടുക്കാൻ പോയിരുന്നതാ. എടാ നമുക്ക് വളം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ പോയി വാങ്ങിച്ചോളാം. അച്ഛൻ നേരെ വീട്ടിലോട്ട് പോയാട്ടെ. Congratulations. Thank you. ഞാൻ തോറ്റതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ പരസ്പരം മത്സരിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ മത്സരിച്ചത്. ഇന്നലെ അവർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ മത്സരം വേണ്ടായിരുന്നെന്ന് എനിക്കും തോന്നി. ഐ എം സോറി. ദേവകിയമ്മയുടെ വീടേതാ? എവിടെ നിന്ന് വരികയെ? ഞാൻ ദേവകിയമ്മയുടെ മകനാണ്. അജയനോ? അതെ, അജയ. അതെ, നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ രാജേന്ദ്രനാണ്. ക്ഷമിക്കണം ചേട്ടാ, കൊച്ചുനാളിലെ നാട് വിട്ട് പോയതുകൊണ്ട് ഈ സ്ഥലവും ആളുകളെയൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അതെ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ പല നാട്ടിലാണ് ജീവിച്ചത്. ഇപ്പൊ എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നുന്നു. നിന്റെ കാര്യത്തിൽ ദേവകിയമ്മയ്ക്ക് എന്തുമാത്രം ദുഃഖമുണ്ടെന്ന് നിനക്കറിയാം. ഏതായാലും നീ വന്നല്ലോ, സന്തോഷം. എന്റെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? നിന്റെ അച്ഛൻ മരിച്ചു, സഹോദരി കോളേജിൽ പഠിക്കുന്നു, അമ്മ അങ്ങനെ കഴിയുന്നു. അതെ, എന്റെ വീട് അതോ ആ കാണുന്ന വീട് തന്നെ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ? അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അജയനാണ്, കുഞ്ഞുനാളിലെ ഒളിച്ചോടി പോയ അമ്മയുടെ മകൻ. എന്റെ മോനോ? എന്റെ മോൻ വന്നോ? ഈശ്വര, അമ്മേ, നീ അമ്മയ്ക്ക് ഇനിയും സംശയമോ? സൂക്ഷിച്ചു നോക്കമ്മേ, എന്റെ മുഖത്തേക്ക്, എന്റെ കണ്ണുകളിലേക്ക്. എന്നിട്ട് എന്നെ മോനേന്നൊന്ന് വിളിക്കുമമ്മേ. എത്ര വർഷമായി ഞാൻ ആ വിളി ഒന്ന് കേട്ടിട്ട്. എന്റെ മക്കളെ, എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, നീ ആളാകെ മാറിപ്പോയല്ലോടാ. നിന്റെ ശബ്ദം, നിന്റെ രൂപം എല്ലാം മാറിപ്പോയല്ലോ മോനെ. 20 വർഷം കഴിഞ്ഞില്ലേ അമ്മേ? ഞാനങ്ങ് വളർന്ന് വലുതായില്ലേ അമ്മേ? അതെ, ഇത്രയും നാൾ നീ എവിടായിരുന്നു മോനെ? അമ്മയൊന്ന് തല്ലിയതിന്റെ ദേഷ്യം തീർക്കാൻ 20 വർഷം വേണ്ടിയിരുന്നോ മോനെ? എനിക്ക് മാപ്പ് തരൂ അമ്മേ. എന്റെ തെറ്റ് തിരുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി എന്നും ഞാൻ എന്റെ അമ്മയുടെ നേരിൽ തന്നെ ഉണ്ടായിരിക്കും. സൈമൺ, രാഘവ, എല്ലാരും ഓടി വരും. എന്റെ മോൻ വന്നിരിക്കുന്നു, എന്റെ അജയം വന്നിരിക്കുന്നു. എടാ, എന്റെ മോൻ വന്നിരിക്കുന്നു, എന്റെ അജയം വന്നിരിക്കുന്നു. ധൂർത്തപുത്രൻ പിതാവിന്റെ മകലേക്ക് മടങ്ങിയെത്തിയ പോലെ നഷ്ടപ്പെട്ട മകൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. പാചകക്കാരെ, കലവറക്കാരെ, ഒട്ടകങ്ങളെയും കാളക്കുട്ടികളെയും കൊല്ലുവിൻ, വീഞ്ഞ ഭരണികൾ പുറത്തെടുക്കുവിൻ. എന്തെന്നാൽ ഇന്ന് വിരുന്നിന്റെ നാളാണ്. മോനെ, നോക്കൂ, ഇതാ നമ്മുടെ മോൻ മടങ്ങി വന്നിരിക്കുന്നു. അച്ഛാ, എനിക്ക് മാപ്പ് തരൂ. അമ്മേ, ഇത് നിന്റെ അനിയത്തി ശ്രീദേവി. ഓ മൈ ഗോഡ്, ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൊച്ചുടുപ്പോട്ട് ഓടി നടന്നത് എന്റെ അനിയത്തിയാണ് ഇവൾ. അവൾ എവിടെ അമ്മേ? എനിക്ക് ഉടനെ അവളെ കാണണം. ശ്രീദേവി കുഞ്ഞങ്ങ് കോളേജിലാ, ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക. എങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയി അവളെ കാണും. വേണ്ട മോനെ, മോനിനി എങ്ങും പോകണ്ട. അമ്മ നിന്നെ ഇനി ഒരിടത്തും അയക്കില്ല. അവൻ അകത്തേക്ക് കടന്നപ്പോ വാതിലുകളും കിളിവാതിലുകളും അടച്ചു എന്ന് യഹോവ പറഞ്ഞതുപോലെ അമ്മ വാതിലങ്ങ് അടച്ചേക്കണം.